അപ്പോൾ ജെയിമിൻ്റെ രണ്ടാമത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുറച്ച് കുട്ടികൾ എനിക്കൊപ്പം ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരോട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചോദിക്കാം. മോൻ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ? അതായത് ഫിസിക്സ് കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. പിന്നെ കെമിസ്ട്രിയും കുറച്ച് എളുപ്പമായിരുന്നു. പിന്നെ മാത്സ് ഞാൻ മെഡിക്കലായതുകൊണ്ട് മെഡിക്കലാണ്. ഓക്കെ. എന്നാലും ഫിസിക്സും കെമിസ്ട്രിയും മോനെ നോക്കുമ്പോൾ ഒരു കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. കെമിസ്ട്രി കുറച്ചുകൂടി എളുപ്പമായിരുന്നു. കെമിസ്ട്രി കുറച്ചുകൂടി എളുപ്പമായിരുന്നു ഫിസിക്സുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അല്ലേ മോനോ? ഫിസിക്സ് സുഖമായിരുന്നു. കെമിസ്ട്രി കുഴപ്പമില്ലായിരുന്നു. മാത്സ് ഞാൻ നീറ്റ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രി എങ്ങനെയാണ് നമ്മുടെ ഒരു മോഡൽ എക്സാമിൻ്റെ ഒരു പാറ്റേൺ? അതെ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസ് പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു തന്നെയാണ്. അതേ ഒരു പാറ്റേൺ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഫിസിക്സ് എളുപ്പമായിരുന്നു. കെമിസ്ട്രി കുറച്ചും കൂടെ ഹാർഡർ സൈഡായിരുന്നു ഈ ഷിഫ്റ്റുകൾ നോക്കുമ്പോൾ. മാത്സ് മോഡറേറ്റ് ആണ്, പക്ഷേ ഇച്ചിരി ലെന്തിയാന്നേ ഉള്ളൂ. ബാക്കി ഷിഫ്റ്റ് നോക്കുമ്പോൾ കുറച്ച് ലെന്തിയാന്നേ ഉള്ളൂ. മാത്സ് കൂടുതൽ സമയം മാത്സിന് വേണ്ടി എടുക്കേണ്ടി വന്നോ? ഇല്ല, എടുക്കേണ്ടി വന്നു മാത്സ്. ബാക്കിയെല്ലാം ടൈം മാനേജ്മെന്റ് ഒക്കെ ടൈം മാനേജ്മെന്റ് ഒക്കെ ആയിരുന്നു. പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ഫിസിക്സ് അത്യാവശ്യം എളുപ്പമായിരുന്നു. മാത്സ് കമ്പാരിറ്റീവ്ലി ഞാൻ കുറേ എണ്ണം ചെയ്തു, പക്ഷേ ഞാൻ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് ചിലതൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഈ കൺഫ്യൂസ് അടിച്ച്. പിന്നെ മാത്സ് പറയുന്ന പോലെ അത്യാവശ്യം പാടായിരുന്നു, പക്ഷേ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റി. മോഡറേറ്റ് ലെവലിൽ ഫിസിക്സും കെമിസ്ട്രിയും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ മെഡിക്കൽ റിപ്പീറ്ററാണ്, മാത്സ് നോക്കിയില്ല. ഫിസിക്സും കെമിസ്ട്രി എങ്ങനെയായിരുന്നു? അത്യാവശ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമായിരുന്നോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഉണ്ട്, അല്ലാതെ ഉണ്ടായിരുന്നു. കെമിസ്ട്രി കുറേയൊക്കെ തിയറി ഒക്കെ ഉണ്ടായിരുന്നു. കൺഫ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? കുറച്ച് കുഴപ്പമില്ലായിരുന്നു. ഞാനും മെഡിക്കൽ റിപ്പീറ്ററാണ്. സോ ഞാൻ ലാസ്റ്റ് ഇയറും ജെയ് മെയിൻസ് എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ വെച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യം കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് മെയിൻസ്. പക്ഷേ കുറച്ച് ലാസ്റ്റ് ഇയർ കുറച്ചുകൂടി ഈസി ആയിരുന്നു. സോ ദിസ് ഇയർ വാസ് ബിറ്റ് സ്റ്റാൻഡേർഡ് എന്ന് വേണമെങ്കിൽ പറയാം. കെമിസ്ട്രീനേക്കാളും ഫിസിക്സ് കുറച്ച് എളുപ്പമായിട്ട് തോന്നി. കെമിസ്ട്രി വാസ് ഫൈൻ, എല്ലാം കൂടെ. മാത്സ് ഞാൻ അധികം നോക്കിയിട്ടില്ല. ഫിസിക്സ് വാസ് ഓക്കെ, കെമിസ്ട്രി വാസ് നോട്ട് ബാഡ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.